സാംസങ്ങിൻ്റെ സാംസങ് F34 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ സാംസങ് ഇന്ത്യയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ലാൻഡിംഗ് പേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F34 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസൈനൊന്നും വരാൻ സാധ്യതയില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചായിരിക്കും വരിക. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 nits ആയിരിക്കും. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബാറ്ററിയുടെ കാര്യം. 6000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മിക്കവാറും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ കൺഫേം ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ക്യാമറയുടെ കാര്യം. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. അതിൽ തന്നെ 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. അതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബാക്കി സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അയക്കാം. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 120 ഡിഗ്രി ആയിരിക്കും. പിന്നെ മൂന്നാമത് 2 MP ഒരു മാക്രോ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല. പക്ഷേ ഇതിൽ എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമില്ല ഇത്. എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ വന്നേക്കാം. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ എക്സ്ട്രാ നമുക്ക് കുറച്ച് റാമും കൂടി ലഭിക്കുന്നതായിരിക്കും. വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. അതായത് പുറത്തുനിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കുറേ കുറയ്ക്കുന്നതായിരിക്കും. പിന്നെ NFC എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നോക്ക് സെക്യൂരിറ്റി പോലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിൽ വരും. സിംഗിൾ സ്പീക്കർ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാൻ സാധ്യതയില്ല. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ സാംസങ് M34 എന്നുള്ള സ്മാർട്ട് ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും അതുപോലെ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ലഭിച്ചേക്കാം. അങ്ങനെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ സാംസങ് M34 5G എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു F34 5G എന്ന ഫോൺ ആ ഒരു ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. സാംസങ് പല ഫോണുകളും ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. M സീരീസിലും F സീരീസിലും സെയിം ആയിട്ടുള്ള ഫോണുകൾ. എന്തുകൊണ്ടാണ് സെയിം സ്പെസിഫിക്കേഷനുമായിട്ട് ഡിഫറെൻറ്റ് ഫോണുകൾ ഇറക്കുന്നത് എന്ന് വെച്ചാൽ M സീരീസിൻ്റെ സെയിൽ ആമസോൺ വഴി ആയിരിക്കും നടക്കുക. എന്നാൽ ഈ ഒരു F സീരീസിൽ വരുന്ന ഫോണുകളുടെ സെയിൽ ഫ്ലിപ്കാർട്ട് വഴി ആയിരിക്കും നടക്കുക. അപ്പം ഒരു ഫോൺ ആമസോണിനും ഒരു ഫോണിന് ഫ്ലിപ്കാർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇറക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ M34 എന്ന ഫോണിൻ്റെ വില 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിലയും ഏകദേശം അതേ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ വന്നേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മിങ് സൂൺ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും അടുത്ത് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാംസങ്ങിൻ്റെ F34 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.